ഹലോ കേൾക്കാമോ? വന്നില്ലല്ലോ. സ്റ്റാർട്ടിങ്ങാ? ഓക്കെ. യെസ്, ഹലോ. നമ്മൾ ഇന്ന് പ്രോബബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രോബബിലിറ്റി നിങ്ങൾക്കറിയാം വലിയ ചാപ്റ്റർ ആണ്, ഒരുപാട് വലിയ ചാപ്റ്റർ ആണ്. ചില ആളുകൾക്കൊക്കെ പ്രോബബിലിറ്റി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പ്രോബബിലിറ്റിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ രണ്ട് ടൈപ്പാണുള്ളത്. രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് ടോപ്പിക് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് മറ്റ് ഏരിയകളിലൊക്കെ കണക്ട് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും മെട്രിസസും പിന്നെ അങ്ങനെ എന്തൊക്കെ ഭാഗങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുമോ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കൗണ്ടിങ് പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി പ്രോബബിലിറ്റിയുടെ ഐഡിയാസ് തന്നെ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രോബബിലിറ്റിയിലെ ഐഡിയ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയിലെ അഡീഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ഇൻഡിപെൻഡന്റ് ഓഫ് ഈവൻസ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പൊ രണ്ട് ജാതി ക്വസ്റ്റ്യനുകളാണ് പ്രോബബിലിറ്റിയിൽ വരുന്നത്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞത് എന്താണ്, പ്രോബബിലിറ്റിയുടെ എലമെന്റ് കുറവായിരിക്കും, വേറെ വർക്ക് കുറച്ച് ചെയ്യാനുണ്ടാവും. വേറെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ക്വസ്റ്റ്യനുകളായിരിക്കും. പക്ഷെ അതിൽ എന്തെങ്കിലും ജിയോമെട്രിയോ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനോ അല്ലെങ്കിൽ ഒരു മാട്രിക്സോ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ആയിരിക്കും വരണം. രണ്ടാമത്തത് ഹെവിലി പ്രോബബിലിറ്റിയുടെ ഐഡിയാസ് തന്നെ. പ്രോബബിലിറ്റിയിലെ അഡീഷൻ റൂൾ എന്താണ്, പിന്നെ അതിന്റെ തന്നെ സെറ്റുകൾ വെൻ ഡയഗ്രം ഉപയോഗിച്ചൊക്കെ സോൾവ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ റൂള്, ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്താണ്, പ്രോബബിലിറ്റിയിലെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് സോൾവ് ചെയ്യേണ്ട ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ്. അതായത് പ്രോബബിലിറ്റിയിലെ കോൺസെപ്റ്റ് തന്നെ മോസ്റ്റ്ലി വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും കൂടി റിലേറ്റീവ്ലി ഈസി സോൾവ് ചെയ്യാൻ. മറ്റേതിൽ എന്താണെന്ന് വെച്ചാൽ വേറെയും കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നുണ്ടാവും. ഇത് പക്ഷെ പ്രോബബിലിറ്റിയിലെ ഐഡിയാസ് നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം നമ്മളെ പ്രോബബിലിറ്റിയിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം അഡീഷൻ തിയറമാണ്. അഡീഷൻ തിയറം എല്ലാവർക്കും അറിയാമെന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്താന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്റെ കയ്യിൽ ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്. ആ സാമ്പിൾ സ്പേസിലെ രണ്ട് ഈവന്റുകളാണ് എയും ബിയും എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇത് ഒരിക്കലും മറന്നു പോകരുത്. ഇതിനെയാണ് നമ്മൾ അഡീഷൻ റൂൾ അല്ലെങ്കിൽ അഡീഷൻ തിയറം എന്ന് പറയുന്നത്. ഇത് മൂന്ന് സെറ്റിലേക്ക് വരുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, ഇതാണ് ഇതിൽ അഡീഷൻ റൂള്. ഇത് എപ്പോഴും ഓർമ്മയിൽ വരണം. രണ്ട് സെറ്റിന്റെ കേസ് ആയാലും മൂന്ന് സെറ്റിന്റെ കേസ് ആയാലും ഇത് വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നമ്മൾ ഓൾറെഡി സെറ്റിൽ പഠിച്ച അതേ ഐഡിയ തന്നെ പ്രോബബിലിറ്റിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എയിലും ബിയിലും കോമൺ എലമെന്റ്സ് ഇല്ല സെറ്റിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവന്റിന്റെ ടേമിൽ പറയുകയാണെങ്കിൽ എയിലും ബിയിലും കോമൺ ഔട്ട്കംസ് ഒന്നും ഉണ്ടാവില്ല. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിരിക്കും. പ്രോബബിലിറ്റിയുടെ ടേമിൽ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനത്തെ ഈവന്റുകളെ കുറിച്ചാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയി പോയിട്ടുണ്ടാവും. അപ്പോ നമ്മളെ ഒറിജിനൽ എക്സ്പ്രഷൻ എടുത്തു വെക്കുക. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മാത്രമായി മാറിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് അറിയേണ്ട വേറൊരു സംഭവം. എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ട് ഈവൻസിനാണ്. മൂന്ന് ഈവൻസിന് നമുക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി അങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതാണ് ഇതിലെ ബേസിക് ഐഡിയ. ക്ലിയർ അല്ലേ?
ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ നമ്മള് ഒന്ന് വേർഡിങ്ങില് പ്രോബ്ലത്തിന്റെ വേർഡിങ് എങ്ങനെയായിരിക്കും വരിക, അത് ഈക്വലന്റ് ആയിട്ട് എക്സ്പ്രഷൻ ആയിട്ട് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കാരണം പലപ്പോഴും ക്വസ്റ്റ്യനിൽ പറയാ അതിന്റെ ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഈവൻസ് എ ആൻഡ് ബി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒരു റീക്യാപ്പ് പറയാണ്. എന്താണ് ഫസ്റ്റ് അറിയേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഈവൻസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഈവൻസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം ഒരെണ്ണെങ്കിലും എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം അല്ലെങ്കിൽ എയും ബിയും ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എന്ത് ഭാഗ? എ യൂണിയൻ ബിയുടെ ഭാഗമല്ലേ? എ യൂണിയൻ ബി അല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. അതിനുള്ള ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് ക്ലിയർ അല്ലേ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഈവൻസ് വെൻ ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത്, നോക്കിക്കേ, രണ്ട് ചെറിയ വട്ടം വരച്ചു, ഈ ഭാഗത്തിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഈവൻസ്. പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ബോത്ത് ദ ഈവൻസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, ബോത്ത് ദ ഈവൻസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, അഥവാ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് സാധനം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. ഇതറിയണം. പ്രോബബിലിറ്റി ഓഫ് occurrence of A but not B. യെസ്, ഓക്കെ. പ്രോബബിലിറ്റി ഓഫ് occurrence of A but not B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് occurrence of A but not B. പ്രോബബിലിറ്റി ഓഫ് occurrence of A but not B എന്ന് പറഞ്ഞാൽ എ മാത്രം. എ മാത്രം എന്ന് പറയുന്നത് ഇത് എന്താ സാധനടാ? എയും ഉണ്ട് ബിയും ഉണ്ട്. എ മാത്രം എന്ന് പറയുന്നത് ഈ റീജിയൻ അല്ലേ? ഇത് എ ആണ്, ഇത് ബി ആണ്. എ മാത്രം എന്ന് പറയുന്നത് ഈ എ മൈനസ് ബി എന്ന് പറഞ്ഞ ഭാഗം, ഈ ഭാഗമാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി, അത് പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എയിൽ നിന്ന് എയിലെയും ബിയിലെയും കോമൺ ഭാഗം മായ്ച്ചു, റിമൂവ് ചെയ്ത് കളഞ്ഞോ. അല്ലെങ്കിൽ എ യൂണിയൻ ബിയിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ബി റിമൂവ് ചെയ്യാം. ഇത് മൂന്നെണ്ണം ക്ലിയർ അല്ലേ? ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. നെയ്തർ എ നോർ ബി. നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയും ഇല്ല ബിയും ഇല്ല. എയും ഇല്ല ബിയും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് എ ആൻഡ് നോട്ട് ബി. ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അത് ഏതായിരിക്കും? വെൻ ഡയഗ്രത്തിൽ അത് ഏത് ഭാഗമായിരിക്കും? എ വട്ടത്തിനും പുറത്ത് ബി വട്ടത്തിനും പുറത്തുള്ള ഭാഗം. നോക്കിക്കേ, എ വട്ടത്തിനും പുറത്ത് ബി വട്ടത്തിനും പുറത്തുള്ള ഭാഗം. ഓക്കെ, അതിനെയാണ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. അത് ആക്ച്വലി ഒരു കാര്യം മനസ്സിലായില്ലേ? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് അല്ലേ? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ഡി മോർഗൻസ് ലോ. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണേ. ദിസ് ഈസ് നത്തിങ് ബട്ട് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് അഥവാ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. യെസ്, ഇനി ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒക്കറൻസ് ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് എ ആൻഡ് ബി. എക്സാക്ട്ലി വൺ എന്ന് പറഞ്ഞാല് അത് ഏത് ഭാഗമാണ്? ഒന്നെങ്കിൽ എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം. എ ഉണ്ട് ബി ഉണ്ട്. എ മാത്രം എന്ന് പറയുന്ന ഭാഗം എ മാത്രം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. എ മാത്രം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ബി മാത്രം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് എ ഉണ്ട്. ഇത് രണ്ടും ചേർന്നതാ. ഓക്കെ, ഈ റീജിയനും അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി നടുവിലത്തെ എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി സബ്ട്രാക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? സംഭവം ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ 5 ആണ് കോമൺ കാര്യങ്ങൾ ചോദിക്കുക, 5 കോമൺ വേർഡിങ്സ്. യെസ്, നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം, പിന്നെ ഇത്തിരി കൂടി ഡിഫിക്കൽട്ട് ചെയ്യാം. അഗൈൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റിയിൽ 2 ജാതി ചോദ്യങ്ങൾ വരും. ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ പ്രിയോർലി അല്ലെങ്കിൽ മോസ്റ്റ്ലി പ്രോബബിലിറ്റിയുടെ കോൺസെപ്റ്റ് മാത്രമായിരിക്കും. വേറെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റിയിലെ കോൺസെപ്റ്റ് മിനിമം ആയിരിക്കും, പക്ഷെ കൂടുതൽ ഉണ്ടാവുക വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും ക്വാഡ്രാറ്റിക് ഇക്വേഷനും ജിയോമെട്രിയും മേട്രിസസും ഒക്കെ കുത്തി കയറ്റിയിട്ടുള്ള ടൈപ്പ് ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ആദ്യം പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പ്യോർലി പ്രോബബിലിറ്റി ഐഡിയാസ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോണത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ,
വേഗം വേഗം ഒന്ന് ഉത്തരം പറയണേ. വേഗം വേഗം ഒന്ന് ഉത്തരം ട്രൈ ചെയ്ത് പറയണേ. A and B are even such that probability of A union B is 3/4. Probability of A intersection B is 1/4. Probability of A complement is 2/3. Then what is probability of A complement intersection B എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയവർ ഉത്തരം പറയണേ. പെട്ടെന്ന് ഉത്തരം കിട്ടണം. ഒരു ബുദ്ധിമുട്ടില്ലാത്ത സിമ്പിൾ ക്വസ്റ്റ്യനാ. പണ്ട് 20 കൊല്ലം മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷേ നമ്മളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സിമ്പിൾ, ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. JEE മെയിൻ ചോദിച്ചതാണ് മുന്നേ. JEE മെയിൻ അല്ല, AEEE ഉണ്ടായിരുന്ന കാലത്ത് AEEE ചോദ്യമാണ്. അപ്പൊ ആൻസർ കിട്ടിയോ? 5/12 ആണ് ആൻസർ വരിക. ആൻസർ വളരെ സിമ്പിൾ ആണ്. ഈ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് B മൈനസ് എ ആണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, പടത്തിൽ ആലോചിച്ച് നോക്കുക. A ഉണ്ട്, B ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്. നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് B മൈനസ് എ ആണ്. B മൈനസ് എ എന്ന് പറഞ്ഞ ഭാഗം ഇതാണ്. ഓക്കെ, അപ്പൊ ഒറ്റയടിക്ക് അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നറിയോ? യെസ്, അഭയ് 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 ഹായ് 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 ഹായ്. പ്രോബബിലിറ്റി ഓഫ് B മൈനസ് എ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് നമുക്ക് അതിനെ എന്ത് എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് B മൈനസ് എ എന്ന് പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A എന്ന് എഴുതാൻ പറ്റും. ഒറ്റ സ്റ്റെപ്പിൽ എഴുതി. എന്തിനാ ഈ സ്റ്റെപ്പ് എഴുതിയെന്ന് മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ഇത് കണ്ടുപിടിക്കേണ്ട സാധനം B മൈനസ് എ. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B നമ്മുടെ കയ്യിൽ തന്നു വെച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് A അറിയില്ല, പക്ഷെ പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് അറിയാവുന്നത് കൊണ്ട് ഇതും അറിയാം. ഇപ്പൊ എല്ലാ ഇൻഫർമേഷനും ആയില്ലേ? എല്ലാ ഇൻഫർമേഷനും ആയില്ലേ നമ്മുടെ കയ്യില്? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B 1/4ഉം പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറയുന്നത് 1/3 ആ. പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് 2/3 ആണ്. അപ്പൊ ആൻസർ 1/4. 1/4 അല്ലേ തന്നിരിക്കണേ? അല്ല, സോറി, തെറ്റിപ്പോയി. കളർ അടിച്ചത് തെറ്റിപ്പോയേ. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന സാധനം ഇതാ 3/4 ആണ്. 3/4 ആണേ. സോ 3/4 മൈനസ് 1/3 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. സിംപ്ലിഫൈ ചെയ്യാം. 9 - 4 / 12 വിച്ച് ഇസ് 5/12. 5/12 ആണ് ഇതിന്റെ ആൻസർ. 5/12 ഇസ് ദ ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞേ. 5/12 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് പറഞ്ഞു പോണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിൾ ചോദ്യം. അടുത്ത ചോദ്യം. Let A and B be two events such that the probability of exactly one of them occurs is 2/5 and the probability that A or B occurs is 1/2. Probability of both of them occur together is. സിമ്പിൾ ചോദ്യം. 2020 ചോദിച്ച ചോദ്യം. തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. ഉത്തരം പറയാം. ആൻസർ കിട്ടിയവരുണ്ട് ഓൾറെഡി. എക്സാക്ട്ലി വൺ ഓഫ് ദം തന്നിട്ടുണ്ട്. ഈതർ A or B തന്നിട്ടുണ്ട്. എക്സാക്ട്ലി വൺ ഓഫ് ദം തന്നിട്ടുണ്ട്. ആൻസർ കിട്ടിയോ? യെസ്. നമുക്ക് തന്നിരിക്കുന്നത് ഇതാടാ, പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് ദം എന്ന് പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് A ഡെൽറ്റ B, അത് 2/5. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B തന്നിരിക്കുന്നത് എന്താണ്? 1/2. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ എന്താ കിട്ടാൻ പോണേ? A യൂണിയൻ ബിയിൽ നിന്ന് A ഡെൽറ്റ B കുറച്ചാൽ എന്താ കിട്ടാൻ പോണത്? പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ആ. ഡിഫറൻസ് എടുക്കാം. അപ്പൊ ആൻസർ ആയി 1/2 - 2/5. 1/2 - 2/5. കാരണം എന്താന്ന് ആലോചിക്കുക. മൊത്തം സംഭവം ഉണ്ടല്ലോ. മൊത്തം സംഭവം A യൂണിയൻ B ആണെങ്കിൽ ഈ A ഇന്റർസെക്ഷൻ B മാറ്റി നിർത്തിയ ബാക്കിയുള്ള ഭാഗം A ഡെൽറ്റ B ആ. ബാക്കിയുള്ള ഭാഗം A ഡെൽറ്റ B ആടാ. ഇതാണ് A ഡെൽറ്റ B. പിന്നെ A ഇന്റർസെക്ഷൻ B ഇത്. ഓക്കെ, അത് രണ്ടും ചേർന്നതാണ് ഏത്? ഈ ഭാഗം. ഇത് രണ്ടും കൂടി ചേർന്ന ഭാഗമാണിത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറിക്കലി എന്ത് ചെയ്താൽ മതി? 1/2 0.5 മൈനസ് 0.4 0.1. രണ്ട് കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യണുണ്ട്. ഒന്ന് ഇത് എളുപ്പമാണ്. രണ്ടാമത്തത് ഓപ്ഷനിൽ ഡെസിമൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഓപ്ഷനിൽ എന്താണത്? ഡെസിമൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് IIT ക്വസ്റ്റ്യൻ ആട്ടോ. IIT JEE ക്വസ്റ്റ്യൻ ആട്ടോ.
IIT JEE ക്വസ്റ്റ്യൻ ആണേ. 2003 സ്ക്രീനിങ്ങിൽ ചോദിച്ച ചോദ്യം IITക്ക്. ഇവിടെ 3 സെറ്റ് തന്നിട്ടുള്ള ചോദ്യമാണ്. 3 സെറ്റ് തന്നിട്ടുള്ള ചോദ്യം. ഉത്തരം കിട്ടിയെങ്കിൽ ഒന്ന് ഉത്തരം പറയണേ. പ്രോബബിലിറ്റി ഓഫ് B 3/4, പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C കോംപ്ലിമെന്റ് 1/3, പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C കോംപ്ലിമെന്റ് 1/3, പ്രോബബിലിറ്റി ഓഫ് B ഇന്റർസെക്ഷൻ C എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, നമുക്കിതിൽ അറിയേണ്ട കാര്യം എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ചേ. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഈ ഫിഗർ എപ്പോഴും ആലോചിച്ച് വെക്കുക. A ഇന്റർസെക്ഷൻ ബിയും A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇതാണ് A ഇന്റർസെക്ഷൻ B. A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സാധനം ഈ ഭാഗമാണ്. ഓക്കെ, ഇത് രണ്ടും ചേർന്നാൽ നമുക്ക് കിട്ടാൻ പോണത് പ്രോബബിലിറ്റി ഓഫ് A ആണ്. ഈ കാര്യം മറക്കരുത്. യെസ്, പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി ഓഫ് A ആണ്. അപ്പൊ ഇവിടെ ഈ ഐഡിയ അറിയാമെങ്കിൽ നമുക്ക് വെൻ ഡയഗ്രാം പോലും വരയ്ക്കണ്ട. വെൻ ഡയഗ്രാം പോലും വരയ്ക്കാതെ നമുക്ക് ഉത്തരം പറയാം. എന്താ കാരണം മനസ്സിലായോ? ഇവിടെ നോക്കടാ, ഇത് ഈ ഒരു സാധനം നോക്കുക. ഈ രണ്ട് സാധനം തമ്മിലുള്ള അന്തർധാര നോക്കിക്കേ. ഇത് തമ്മിലുള്ള അന്തർധാര നോക്കിക്കേ. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ വിത്ത്, ഇതിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ, ഒന്ന് A ഇന്റർസെക്ഷൻ എക്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എക്സ് ആണ്. അത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 1/3 പ്ലസ് 1/3 എന്ന് കിട്ടും. ശ്രദ്ധിക്കണേ, ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ ഇത് എക്സ് തന്നെയാണ്, ഇത് എക്സ് ആണെന്ന് മനസ്സിലായി. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇതെന്താ സാധനം നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ എക്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എക്സ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ്, ദാറ്റ് ഇസ് 2/3. പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് B ഇന്റർസെക്ഷൻ C കോംപ്ലിമെന്റ് ഇസ് 2/3. ഓക്കെ അല്ലേ? ആ സംഭവം കിട്ടി. പ്രോബബിലിറ്റി ഓഫ് B ഇന്റർസെക്ഷൻ C കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് B ഇന്റർസെക്ഷൻ C കൂടി ഇതിന്റെ കൂടെ എടുത്താല്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താല്, ഇത് നമുക്കറിയില്ല ഇതെന്താ സാധനം എന്നറിയില്ല, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താല് നമുക്ക് കിട്ടുക എന്താണ്? 2/3 പ്ലസ് എക്സ് ആണ് പ്രോബബിലിറ്റി ഓഫ് B. ഇതിന്റെ സമ്മ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോണത് പ്രോബബിലിറ്റി ഓഫ് B ആണ്. മറക്കണ്ട, പ്രോബബിലിറ്റി ഓഫ് B ആണ്. അപ്പൊ 2/3 പ്ലസ് എക്സ് ആണ് നമ്മുടെ എന്ത്? 3/4. അപ്പൊ എക്സ് എന്നുള്ള സാധനം 3/4 മൈനസ് 2/3. 9 മൈനസ് 8 1/12. 1/12 is the right answer. IIT ക്വസ്റ്റ്യൻ ആണ്. പണ്ട് കാലത്ത് IITക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നല്ലൊരു ചോദ്യം. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു നമ്മൾ. 1996 IITക്ക് ചോദിച്ചതാണ്. IIT JEE ചോദ്യമാണിത്. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഒന്ന് ട്രൈ ചെയ്യാം. ഫോർ 3 events A, B and C, probability exactly one of the events A or B occurs is equal to probability exactly one of the 2 events B or C occurs is equal to probability exactly one of the events C or A occurs is equal to P. Probability all the 3 events occur simultaneously is equal to P square. 0 less than P less than half എന്നൊക്കെ തന്നിട്ടുണ്ട്. Then the probability of at least one of the 3 events A, B, C occurring is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Probability of at least one of the 3 events A, B, C occurring എന്നാണ് ചോദിച്ചിരിക്കുന്നത്. At least one of the 3 events. അപ്പോ ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ. പറഞ്ഞേ.
യെസ്, ഞാനിത് വെൻ ഡയഗ്രാം വെച്ചിട്ട് ഉത്തരം പറയാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ട് വെൻ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഉത്തരം പറയാം. വെൻ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിക്കണേ. വെൻ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ ബി സി. അപ്പൊ ഞാൻ റീജിയൻസിനൊക്കെ പേര് കൊടുക്കാൻ പോവാ. എക്സ്, വൈ, സെഡ്, പിന്നെ എ ബി സി ഡി. ഇനി ആ ചോദ്യത്തിൽ പറഞ്ഞ പോലെ എക്സാക്ട്ലി വൺ ഓഫ് ദ ടു ഈവൻസ് എ ഓർ ബി എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഡെൽറ്റ ബി ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഡെൽറ്റ ബി ആണ് നമ്മൾ തന്നിരിക്കുന്നത് സ്മോൾ പി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഫിഗർ നോക്കിയിട്ട് എ ഡെൽറ്റ ബി എന്താണെന്നൊന്ന് പറഞ്ഞേ. എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഈ ഭാഗവും ഉണ്ടാവും, ഈ ഭാഗവും ഉണ്ടാവും. ശരിയല്ലേ? ശരിയല്ലേ? ഈ എ ഡെൽറ്റ ബി ഞാൻ മാർക്ക് ചെയ്തിരിക്കണം, കണ്ടോ? അപ്പൊ അതിൽ നിന്ന് ഏതൊക്കെ വാല്യൂസ് വരുന്നുണ്ട്? എക്സ് പ്ലസ് ബി പ്ലസ് വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു പി എന്ന് കിട്ടി. ഇതേപോലെ സിമിലർ ടു ദിസ് ബാക്കി രണ്ട് കേസും കൂടി അവർ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ഡെൽറ്റ സിയും പ്രോബബിലിറ്റി ഓഫ് എ ഡെൽറ്റ സിയും എന്ത് തന്നെയാണ്? പി ആന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? പ്രോബബിലിറ്റി ഓഫ് ബി ഡെൽറ്റ സിയും പ്രോബബിലിറ്റി ഓഫ് എ ഡെൽറ്റ സിയും, സി എന്ന് പറഞ്ഞ സെറ്റ് കേട്ടോ, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ എ. പ്രോബബിലിറ്റി ഓഫ് എ ഡെൽറ്റ ബി പി ആയതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഡെൽറ്റ സിയും പ്രോബബിലിറ്റി ഓഫ് എ ഡെൽറ്റ സിയും എന്ത് തന്നെയാണ്? പി തന്നെയാണ്. അപ്പൊ ആ കണ്ടീഷൻ കൂടി നമുക്ക് എഴുതാം. എ പ്ലസ് വൈ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു പി ആണ്. അതുപോലെ അടുത്തത് ഞാൻ എഴുതാൻ പോകുന്ന എക്സ് പ്ലസ് എ പ്ലസ് സെഡ് പ്ലസ് സി ഇസ് ഈക്വൽ ടു പി ആണ്. ഓക്കെ, ഇനി നടുവിലത്തെ ഭാഗം നമ്മളിത് എന്താ കണ്ടീഷൻ ഉപയോഗിച്ചത് മനസ്സിലായില്ലേ? പ്രോബബിലിറ്റി ഓഫ് ബി ഡെൽറ്റ സി പി ആണ്, പ്രോബബിലിറ്റി ഓഫ് എ ഡെൽറ്റ സി സി പി ആണ്. ഇനി ഒരു കണ്ടീഷൻ കൂടി അവർ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു ഡി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണ് വേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്ത് ഭാഗം? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ത്രീ ഇവൻസ് ഒക്കെ എന്നാ പറയാം. നമുക്ക് വേണ്ടത് ബേസിക്കലി എന്താ? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ് നമുക്ക് വേണ്ടത്. യെസ്, ഡി നമ്മുടെ കയ്യിൽ അവിടെ തന്നെ ഉണ്ട്. ഡി അവിടെ റെഡി ആയിരിക്കുവോ? നമുക്ക് വേണ്ടത് ഇനി എന്താ? ഇതിന്റെ വാല്യൂ പി സ്ക്വയർ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വാല്യൂ പി സ്ക്വയർ തന്നിട്ടുണ്ട്. നമുക്കിനി എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോണെന്ന് നോക്കിക്കേ. എക്സ് 2 തവണ ഇല്ലേ? എക്സ് എക്സ് 2 തവണ ഉണ്ട്, വൈ വൈ 2 തവണ ഉണ്ട്, സെഡ് സെഡ് 2 തവണ ഉണ്ട്, ബി ബി 2 തവണ ഉണ്ട്, എ എ 2 തവണ ഉണ്ട്, സി സി 2 തവണ ഉണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്താൽ പോരെ? അപ്പൊ 3p/2 എടുത്താൽ എന്ത് കിട്ടി? ഇത്രയും ഭാഗം കിട്ടി. ശ്രദ്ധിക്കണേ, 3p/2 എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം കിട്ടി, ഇത്രയും ഭാഗം കിട്ടി, ഇത്രയും ഭാഗം കിട്ടി. ഇനി നമ്മുടെ പി സ്ക്വയർ കൂടി അതിലേക്ക് ആഡ് ചെയ്താൽ മതി. കാരണം പി സ്ക്വയർ എന്താ? പി സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഡി ആണ്. അപ്പൊ പ്ലസ് പി സ്ക്വയർ കൂടി അതിലേക്ക് ആഡ് ചെയ്താൽ മതി. നമ്മുടെ റിക്വയർഡ് ആൻസർ ആയി ഈ സാധനം. അപ്പൊ 3p/2 പ്ലസ് പി സ്ക്വയർ ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. ഓക്കെ അല്ലേ? അത് 3p/2 പ്ലസ് പി സ്ക്വയർ ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. 3p/2 പ്ലസ് പി സ്ക്വയർ ഇസ് ദ റിക്വയർഡ് ആൻസർ. 3p/2 പ്ലസ് പി സ്ക്വയർ ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. ഓക്കെ ആണോ സംഭവം? 3p/2 പ്ലസ് പി സ്ക്വയർ ഇസ് ദ റിക്വയർഡ് ആൻസർ. ഓക്കെ അല്ലേ? 3p/2 പ്ലസ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ് കറക്റ്റ് ആൻസർ. എ ഇസ് ദ റൈറ്റ് ആൻസർ. പിസ്സ ഹട്ട്. ബാക്കിയുള്ള ആളുകള് ഒന്നുത്തരം പറഞ്ഞേ. അപ്പൊ ഈ കേസിലൊന്നും നമ്മൾ ഇക്വേഷൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി ഞാൻ ഒറിജിനലി പറഞ്ഞ ഇക്വേഷൻ അഡീഷൻ റൂൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. നെക്സ്റ്റ് വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യുക ചെയ്തത്. ഇനി 2017 ജെയ്ക്ക് ചോദിച്ച ചോദ്യം നോക്കിക്കേ, അതേ ചോദ്യം തന്നെ. പിക്ക് പകരം ഒരു 1/4, പി സ്ക്വയറിന് പകരം 1/16 തന്നിരിക്കുക. കണ്ടോ? ഡിറ്റോ ക്വസ്റ്റ്യൻ. മുന്നേ IITക്ക് ചോദിച്ചത് 1996 IITക്ക് ചോദിച്ചതാണ്. പിന്നെ ഒരു 20 കൊല്ലം 21 കൊല്ലം കഴിഞ്ഞിട്ട് JEE Main പ്രത്യക്ഷപ്പെടുന്നത്. കണ്ടോ? യെസ് ഓർ നോ, യെസ് ഓർ നോ. സാധനം കത്തിയോ? ഇനി ഉത്തരം പറഞ്ഞതിന്റെ നോക്കിക്കൊണ്ട് ഉത്തരം പറഞ്ഞൂടെ?
1996 വന്ന ചോദ്യം പിന്നെ 2017 അതേപടി വന്നിട്ടുണ്ടാ. സംഭവം മനസ്സിലായോ? അതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 3p/2 + p² ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ 3/2 × 1/4 + 1/16 7/16 ഉത്തരം കഴിഞ്ഞു. 7/16 is the right answer. ഓക്കെ അല്ലേ? 7/16 is the right answer. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ബുദ്ധിമുട്ടില്ല. ശരി, അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്തു? വെൻ ഡയഗ്രം ഉപയോഗിച്ചു. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഫോർമുല ഉപയോഗിക്കേണ്ടി വരാം. ഫോർ എക്സാമ്പിൾ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. Probabilities of 3 events A, B, C are given by probability of A is 0.6, probability is 0.4, and probability of C is 0.5. Probability of A union B is 0.8, probability of A intersection is 0.3, probability of A intersection B intersection is 0.2, probability of B intersection is beta, probability of A union B union C is alpha. എങ്കിൽ ബീറ്റയുടെ റേഞ്ച്, ആൽഫയുടെ റേഞ്ച് എന്തോ അത് തന്നിട്ടുണ്ട്. ബീറ്റയുടെ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കടാ, നമുക്ക് വേണ്ട സാധനം എന്താ? ആ ഫോർമുല ഉപയോഗിക്കാൻ നമുക്ക് വേണ്ടത് എന്താ? നമ്മുടെ അഡീഷൻ റൂൾ എന്താ നോക്കുക. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആ വേണ്ടിയിരുന്നത്. അതവിടെ ഇല്ല, അത് കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വേണം നമുക്ക്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ സി തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പോവാ. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ്, അതായത് 0.6 പ്ലസ് 0.4 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 0.8, അഥവാ ഇത് 0.2 എന്ന് കിട്ടും. 0.2 നമുക്ക് കിട്ടി. 0.2 കിട്ടി. കുഴപ്പമില്ലല്ലോ. ഞാൻ ഇനി ഫോർമുല നേരെ അപ്ലൈ ചെയ്യാൻ പോവാണേ. ഫോർമുല നേരിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിയുടെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ആൽഫ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഒറ്റടി എഴുതി. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0.2 ക്യാൻസൽ ആയിപ്പോയി. 10, 15, 1.5, 1.2 മൈനസ് ബീറ്റ എന്ന് കിട്ടി. ആൽഫ ഇസ് ഈക്വൽ ടു 1.2 മൈനസ് ബീറ്റ എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? ആൽഫ ഇസ് ഈക്വൽ ടു 1.2 മൈനസ് ബീറ്റ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നോക്കടാ, ആൽഫയുടെ റേഞ്ച് ഇങ്ങനെയെങ്കിൽ ഈ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ബീറ്റയുടെ റേഞ്ച് എന്താ? ബീറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത്, ബീറ്റ എന്ന് പറയുന്നത് 1.2 മൈനസ് ആൽഫയാണ്. അപ്പൊ ആൽഫ വേരി ചെയ്യുന്നത് 0.85 മുതൽ 0.95 വരെ. അപ്പൊ ആൽഫ വേരി ചെയ്യുന്നത് 0.85 മുതൽ 0.95 വരെയാണ്. ബീറ്റ വേരി ചെയ്യുന്ന റേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. 0.95 കൊടുക്കുമ്പോൾ അത് 0.25ഉം 0.85 കൊടുക്കുമ്പോൾ 0.35 അല്ലെ? 0.25 മുതൽ 0.35 വരെ. പ്രശ്നമില്ലല്ലോ. എങ്ങനെ ഞാൻ പെട്ടെന്ന് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? എൻ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എൻ പോയിന്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പ്രശ്നമില്ലല്ലോ. എൻ പോയിന്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അഡീഷൻ റൂള് തറവല്ല എല്ലാവർക്കും. അതിൽ നിന്ന് ചോദിക്കാവുന്നത് വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന ചോദ്യങ്ങൾ, പിന്നെ മറ്റേ ഇനീക്വാലിറ്റികൾ, വെറുതെ ജസ്റ്റ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാവുന്ന ചോദ്യങ്ങൾ, ഇതെല്ലാം വരാം. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. അഡീഷൻ റൂള് അടുത്തതിലേക്ക് പോകാൻ പോകണം നമ്മള്. അപ്പൊ അടുത്തത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി റിസൾട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇയും എഫും രണ്ട് ഈവന്റുകളാണ് സെയിം സാമ്പിൾ സ്പേസിലാണെങ്കിൽ. ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഇ അണ്ടർ ദ കണ്ടീഷൻ ദ ഈവന്റ് എഫ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. അതെന്താ സാധനം? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്നാണ് നമ്മൾ എഴുതുക. അപ്പൊ അതിന്റെ ലോജിക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന്റെ ഫോർമുല എന്താണെന്ന് ഓർത്ത് വെച്ചേക്കണേ. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്.
ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ അല്ലേ? പെട്ടെന്ന് ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പെട്ടെന്ന് A and B are two events such that probability of A is positive, probability of B is not equal to 1, then probability of A complement given B complement. Probability of A complement given B complement എന്നാ ചോദിച്ചില്ല. Probability of A complement given B complement. അപ്പൊ ഡെഫിനിഷൻ ഉപയോഗിക്കാം. This is probability of A complement intersection B complement divided by probability of B complement. ഇതെന്താ സാധനടാ? ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ്. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. പക്ഷേ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. സി ആണ് അതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സി അല്ലേ കറക്റ്റ് ആൻസർ? സി അല്ലേ? സി അല്ലേ? സി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 2000. അപ്പൊ സി ആണ് അതിലെ കറക്റ്റ് ആൻസർ. 2 തവണ ചോദിച്ചു. 2011 വന്നു, 2019 വന്നു കേട്ടോ. 2011 വന്നു, പിന്നെ 2019 വന്നേ. A and B are two non-null events such that A is a subset of B. Then which of the following statement is true? ഓപ്ഷനിലേക്ക് നോക്കുക. 4 ഓപ്ഷനുകളിലും അവര് A given B യെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് A given B എന്താന്ന് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് A given B യുടെ ഡെഫിനിഷൻ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ബൈ പ്രോബബിലിറ്റി ഓഫ് B എന്ന് എഴുതി. ഇനി A is the subset of B അല്ലേ? A കിടക്കുന്നത് B യുടെ ഉള്ളിലാണ്, A വട്ടമുള്ളത് B വട്ടത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ A ഇന്റർസെക്ഷൻ B എന്തായി മാറി? പ്രോബബിലിറ്റി ഓഫ് എ ആയി മാറി. ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആയി. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്ന സാധനം എന്താന്ന് ആലോചിക്കുക. ദിസ് ഇസ് ആക്ച്വലി 1 ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ടൈംസ് പ്രോബബിലിറ്റി ഓഫ് എ എന്നാണ് കേട്ടോ. ഇത് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്ന സാധനം ഒരു 0നും 1നും ഇടയിലുള്ള ഒരു നമ്പർ അല്ലേ? 0നും 1നും ഇടയിലുള്ള ഒരു നമ്പർ അല്ലേ സാധനടാ? പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞ സാധനം 0നും 1നും ഇടയിലുള്ള ഒരു നമ്പർ അല്ലേ? അപ്പൊ 1 ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 1 ടു ഇൻഫിനിറ്റി ഉള്ള ഒരു നമ്പർ അല്ലേ? 1നേക്കാളും വലിയ നമ്പർ അല്ലേ? 1നേക്കാളും വലിയ നമ്പർ അല്ലേ? അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 1നേക്കാൾ വലുതാണ്. ആ പോസിറ്റീവ് നമ്പർ ഗ്രേറ്റർ ദാൻ 1, എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇതെന്തായി മാറി? ദിസ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ. സിമ്പിൾ ചോദ്യം, സിമ്പിൾ. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടാ. സിമ്പിൾ ക്വസ്റ്റ്യൻ 2 തവണ ജെയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2 തവണ ജെയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2 തവണ ചോദിച്ചിട്ടുണ്ട്. 2 തവണ ചോദിച്ചിട്ടുണ്ട്. 2 തവണ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഹായ് ഹായ് ഹായ്, പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. Two events A and B are such that probability of A complement is 0.3, probability of B is 0.4, probability of A intersection B complement is 0.5, probability of B given A union B complement. ഇത് ഈ കൊല്ലം അതേപടി ചോദിച്ചാലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. If two events A and B are such that probability of A complement തന്നിട്ടുണ്ട്, probability of B തന്നിട്ടുണ്ട്, probability of A intersection B complement തന്നിട്ടുണ്ട്, probability of B given എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ ഒരു വിഷമമില്ല. ജസ്റ്റ് വെൻ ഡയഗ്രാം വരച്ചു നോക്കിയിട്ട് എന്തൊക്കെയാ തന്നിരിക്കുന്നത് എന്നൊന്ന് നോക്കിയാൽ നമുക്ക് കാര്യം പിടികിട്ടും. നോക്കിക്കേ, ജസ്റ്റ് വെൻ ഡയഗ്രാം വരയ്ക്കുക. ഒരു എത്തുംപിടി ഇല്ലെങ്കിൽ വെൻ ഡയഗ്രാം വരയ്ക്കുക. അതന്നെ നമ്മുടെ ലോജിക്ക്. പ്രോബബിലിറ്റി ഓഫ് ബി 0.4 എന്നുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് 0.3 എന്നുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അത് പെട്ടെന്ന് എഴുതാമല്ലോ. അത് എത്ര? 0.5. എ ഉണ്ട്, ബി ഉണ്ട്. ഇത് 0.5 എന്ന് ഞാൻ എടുത്തു. 0.5. ഇനി പ്രോബബിലിറ്റി ഓഫ് എ മൊത്തത്തിൽ എത്രയാ? പ്രോബബിലിറ്റി ഓഫ് എ മൊത്തത്തിൽ എത്രയാ തന്നിരിക്കുന്നത്? 0.7 അല്ലേ? അപ്പൊ ഇവിടെ 0.2 ആന്ന് കിട്ടി. പ്രോബബിലിറ്റി ഓഫ് ബി മൊത്തത്തിൽ 0.4 അല്ലേ? അപ്പൊ ഇത് 0.2 ആന്ന് കിട്ടി. പിന്നെ അപ്പൊ പുറത്ത് 0.1 ആന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ വെൻഡാഗ്രത്തിൽ നിന്ന് കിട്ടിയില്ലേ? ഫോർമുല ഇക്വേഷൻ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ലാഭമായില്ലേ? ഇനി നമുക്ക് നോക്കാം പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ
എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ വിത്ത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. എന്തുട്ട എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ സാധനം എന്താ? എയും ബി കോംപ്ലിമെന്റും ഉൾപ്പെട്ട ഭാഗം. അയ്വാ, എയും ബി കോംപ്ലിമെന്റും ഉൾപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഭാഗം വന്നടാ? എയും വന്നു ബിയുടെ വട്ടത്തിന് പുറത്തുള്ള ആളുകളൊക്കെ വന്നു. ഇതാണ് സംഭവം. ഈ പച്ച പെയിന്റ് അടിച്ച ഭാഗമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പച്ച പെയിന്റ് അടിച്ച ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഇത് പച്ച പെയിന്റ് അടിച്ച ഭാഗം. ഇനി സോറി, അതല്ല, ഈ ഭാഗം. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന സാധനം എന്താ? ഈ സാധനം ബി, അത് ഈ ഭാഗമാണ് ബി. അപ്പൊ ഇനി നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ ന്യൂമറേറ്ററിൽ ഇതിന്റെ ഇന്റർസെക്ഷൻ എടുക്കണ്ടേ? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 0.2 ന്യൂമറേറ്ററിൽ. താഴെ 0.5 ഉണ്ട്, 0.2 ഉണ്ട്, 0.1. അപ്പോൾ 0.2 by 0.8, 1/4, 0.25 is the right answer. 0.25 is the right answer. Yes, ഗോപിക പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. 0.25 is the right answer. സിമ്പിൾ ചോദ്യമല്ലേ? വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെ കിട്ടാന്ന് മനസ്സിലായില്ലേ? വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ പറയടാ. ഇതിന് 1994 എന്ത് വന്നതാ? IITക്ക് ചോദിച്ച ചോദ്യം. 1994 IIT JEEക്ക് ചോദിച്ച ചോദ്യം. ഇനി ഫാസ്റ്റ് ഫോർവേഡ് 22 years. ഇപ്പൊ 0.25 നമുക്ക് കിട്ടി. 2016 സിമിലർ ചോദ്യം, സെയിം ചോദ്യം എന്ന് പറയില്ല, സിമിലർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ, A and B are any two events such that probability of A is 2/5, probability of A intersection B is 3/20, then the conditional probability of A given A complement union B complement, where A complement denotes the complement of A is equal to. ആയിവാ, ചെയ്യാം നമുക്കത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിക്കേ. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട് 2/5. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 3/20. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്താണെന്നാണ് ചോദ്യം. യെസ്, ഇന്ന് നേരത്തെ തുടങ്ങിയടാ. ഇന്നു മുതൽ 6 മണിയുടെ ക്ലാസ് 5 മണിക്കായിരിക്കും. ഇന്നലെ നുസ്രത്ത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ ചാനലിൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ശ്രദ്ധിക്കൂ. അപ്പൊ ഇതെന്താ സാധനം? ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ വിത്ത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഞാനിത് എന്താന്ന് ജസ്റ്റ് വെൻ ഡയഗ്രാം വരച്ചു നോക്കണം കേട്ടോ. എന്താണ് സംഭവം എന്നൊരു പിടി കിട്ടില്ലല്ലോ. എ ഉണ്ട്, ബി ഉണ്ട്. എ എന്ന് പറഞ്ഞ ഭാഗം ഇതാ ഈ ഭാഗമാണ്. ദിസ് ഇസ് എ. പച്ച പെയിന്റ് അടിച്ചു വെച്ചു. എ പച്ച പെയിന്റ് അടിച്ചു വെച്ചേ. ഇനി എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ വട്ടത്തിന് പുറത്തുള്ളതിന്റെയും ബി വട്ടത്തിന് പുറത്തുള്ളതിന്റെയും യൂണിയൻ. എ വട്ടത്തിന് പുറത്തുള്ളതിന്റെയും ബി വട്ടത്തിന് പുറത്തുള്ളതിന്റെയും യൂണിയൻ. ഓക്കെ, എ വട്ടത്തിന് പുറത്തുള്ള ഭാഗം എടുക്കണം, ബി വട്ടത്തിന് പുറത്തുള്ള ഭാഗം എടുക്കണം. അപ്പൊ എ വട്ടത്തിന് പുറത്തേക്കുള്ള ഭാഗവും ബി വട്ടത്തിന് പുറത്തേക്കുള്ള ഭാഗം. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ. ഈ സാധനം ആക്ച്വലി എന്താണ്?
എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. അങ്ങനെ ആലോചിക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. എ ഇന്റർസെക്ഷൻ ബി അല്ലാത്ത എല്ലാ ഭാഗവും. അപ്പൊ ദാ ഏതൊക്കെ ഭാഗം വരും എന്നറിയോ? ഈ ഭാഗവും വരും. ദാ യെല്ലോ കളർ അടിച്ച ഭാഗം, യെല്ലോ കളർ അടിച്ച ഭാഗം, യെല്ലോ കളർ അടിച്ചു വെച്ച ഭാഗം, അതാണിത്. ഓക്കെ, ഇനി അതിൽ ഏതാണ് എയിലെയും സോറി യെല്ലോ കളർ അടിച്ച ഭാഗത്തിലേ ഉടനെ അടിച്ചില്ലല്ലോ. യെസ്, ഇത്രയും ഭാഗം എ ഇന്റർസെക്ഷൻ ബി അല്ലാത്ത കംപ്ലീറ്റ് ഭാഗം, എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ് സാധനം. അപ്പൊ ഇനി ന്യൂമറേറ്റർ പറയുന്നത് എന്താ? പച്ചയുടെയും മഞ്ഞയുടെയും ഇന്റർസെക്ഷൻ. പച്ചയുടെയും മഞ്ഞയുടെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈ ഭാഗ. ദിസ് ഈസ് പച്ച മഞ്ഞ ഇന്റർസെക്ഷൻ. പച്ച പെയിന്റ് അടിച്ച ഭാഗം എ ആണ്. മഞ്ഞ പെയിന്റ് അടിച്ച ഭാഗം ഏതായിരുന്നു എന്നറിയോ? പച്ച പെയിന്റ് അടിച്ച ഭാഗം എ ആണ്. മഞ്ഞ പെയിന്റ് അടിച്ചത്, യെല്ലോ പെയിന്റ് അടിച്ച ഭാഗം ഏതായിരുന്നു? യെല്ലോ പെയിന്റ് അടിച്ച ഭാഗം എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്, അഥവാ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്, അഥവാ എ ഇന്റർസെക്ഷൻ ബി എന്ന നടുവിലെ ഭാഗം ഉണ്ടല്ലോ, അതല്ലാത്തതല്ല. നടുവിലെ എ ഇന്റർസെക്ഷൻ ബി അല്ലാത്തതല്ല. യെസ്, അപ്പൊ അത് ഏത് ഭാഗമാണെന്ന് മനസ്സിലായി? ദിസ് ഈസ് ഗോയിങ് ടു ബി പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി, ഈ ഭാഗം, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് കിട്ടി. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. This is 1 minus probability of A intersection. Probability of A minus probability of A intersection B divided by 1 minus probability of A intersection B. Okay അല്ലേ സംഭവം? ഇതിന്റെ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. പ്രോബബിലിറ്റി ഓഫ് എ 2/5 വന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി 3/20 തന്നിട്ടുണ്ട്. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 3/20 ആണ്. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാം. 8/5/17, 5/17, 5/17 ഉത്തരം കിട്ടിയില്ലേ? 5/17 ഉത്തരം കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ബാക്കിയുള്ള ആളുകള് 5/17 ആണ് റൈറ്റ് ആൻസർ. യെസ്, 5/17 ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്, നമുക്ക് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അഡ്വാൻസിന്റെ 1-2 ചോദ്യം ചെയ്താലോ? അഡ്വാൻസ് ലെവലിന് MCQ അല്ല, 1 or more than ആൻസർ ടൈപ്പ് കേട്ടോ. നമ്മള് അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ താഴത്തില്ല നമ്മള്. ശ്രീലാൽ, let x and y be two even such that 1 or more than 1 or more than 1 ആണ്. Let x and y be two even such that probability of x is 1/3, probability of x given y is 1/2, and probability of y given x is 2/5. Then 1 or more than 1. ഒന്നോ ഒന്നിൽ കൂടുതലോ കറക്റ്റ് ആവുന്ന ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻസിന്റെ ചോദ്യമാണ്. റീസെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അഡ്വാൻസ് ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലായി. കാരണം ഇവിടെ ശ്രദ്ധിച്ച്, പ്രോബബിലിറ്റി ഓഫ് എക്സ് നമുക്കറിയാം, പ്രോബബിലിറ്റി ഓഫ് വൈ ഗിവൺ എക്സ് അറിയാം. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ കണ്ടുപിടിക്കാം. നമ്മുടെ ഒറിജിനൽ റിസൾട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഒറിജിനൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ റിസൾട്ട് എന്താന്ന് ഓർമ്മയില്ലേ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് വൈ ഉണ്ടല്ലോ. ഇതിനെ നമുക്ക് ഇങ്ങനെ ആക്കി എഴുതിയാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ, എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ. ഓക്കെ, ഇതിനെയാണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ വരും കേട്ടോ. ദിസ് ഈസ് വാട്ട് വി കോൾ ദി മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഓഫ് കോഴ്സ് ഇതേ സാധനം നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് വൈ ഗിവൺ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 1 or more than ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഗോപിക ശിവാനി
അഭയ്, ശ്രീലാല് എല്ലാവരും ശ്രദ്ധിക്കണേ. 1 or more than 1 ആൻസർ കറക്റ്റ് ആണേ. യെസ്, ഓക്കെ. ഓക്കെ 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 അല്ലേ? അപ്പൊ ഇത് ഉപയോഗിക്കാം. നമുക്ക് പെട്ടെന്ന് ഇത് ഉപയോഗിക്കാം. 1 or more than ആൻസർ കറക്റ്റ് ആണ്. എങ്ങനെ പെട്ടെന്ന് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് 1/3 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് വൈ ഗിവൺ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ്. അത് തന്നെയാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ എന്ന് കിട്ടും. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് വൈ ഗിവൺ എക്സ് എന്താ തന്നിരിക്കണേ? ഇതിന്റെ വാല്യൂ 2/5 തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എക്സിന്റെ വാല്യൂ 1/3 തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് വൈ എക്സ് ഗിവൺ വൈയുടെ വാല്യൂ 1/2 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് 2/5 ഇൻറ്റു 1/3 അത് തന്നെയാണ് 1/2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ എന്ന് കിട്ടി. ശ്രീലാൽ എവിടേക്കാ ഓടിപ്പോണേ? അപ്പൊ ഇതിന് പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടി? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് 2/15. അപ്പൊ ഇത് തെറ്റി. പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 4/15. അത് കറക്റ്റ് ആണ് കിട്ടി. പ്രോബബിലിറ്റി ഓഫ് വൈ കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈന്റെ കോംപ്ലിമെന്റ് അല്ലേ? ഇതിന്റെ കോംപ്ലിമെന്റ് അല്ലേ പ്രോബബിലിറ്റി ഓഫ് എക്സ് കോംപ്ലിമെന്റ് ഗിവൺ വൈ? ഇത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ വൈ ആണ്. നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അത് റിസൾട്ട് ആയിട്ട് അറിഞ്ഞു വെക്കണേ. അപ്പൊ ഇത് 1/2 ആയിരിക്കും. ഏത്? ദിസ് ഈസ് ഗോയിങ് ടു ബി 1 മൈനസ് 1/2 വിച്ച് ഇസ് 1/2. അപ്പൊ ഇതും കറക്റ്റ്. യെസ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് യൂണിയൻ വൈ. പ്രോബബിലിറ്റി ഓഫ് എക്സ് യൂണിയൻ വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെ? പ്രോബബിലിറ്റി ഓഫ് എക്സ് എത്ര നമുക്ക് അറിയാം? 1/3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് വൈ 4/15 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ 2/15. അപ്പൊ അത് വരാൻ പോണത് 7/15 എന്നാ വരാൻ പോണത്. 7/15 അത് തെറ്റിപ്പോയി. 7/15 ആണ് വരിക. അത് തെറ്റിപ്പോയി. ഓക്കെ അല്ലേ? 7/15. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ കണ്ട സാധനം ഉണ്ടല്ലോ, അതിന് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നാണ് പറയാ. മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നാണ് പറയാ. മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നാണ് പറയാ. അതൊന്ന് ശ്രദ്ധിച്ച്. മൾട്ടിപ്ലിക്കേഷൻ തിയറം തന്നെ പേര് പഠിച്ചു വെച്ച്. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. അത് തന്നെയാണ് പ്രോബബിലിറ്റി ഓഫ് എഫ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. മറക്കല്ലേ? 3 ഇവന്റ് വന്നാൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ജി ഗിവൺ ഇ ആൻഡ് എഫ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം. മറക്കല്ലേ? 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 ശരി, എങ്കിൽ നോക്കിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തരാം. പേന ഒന്നും എടുക്കരുത്. പേന ഒന്നും എടുക്കരുത്. പേന ഒന്നും എടുക്കരുത്. പേന എടുക്കരുത്. പേനയൊക്കെ അവിടെ വെച്ച് പേനയൊക്കെ അവിടെ വെക്കുക. നോക്കിയിട്ട് ഇതിന്റെ ഉത്തരം എന്താന്ന് എല്ലാവരും പറയണം. എല്ലാവരും പേന അവിടെ വെക്കുക. സ്ക്രീനിൽ ക്വസ്റ്റ്യൻ വരിക. ഉത്തരം എന്താന്ന് പറയണേ. It is given that the events A and B are such that probability of A is 1/4, probability of A given B is 1/2, probability of B given A is 2/3, then probability of B is. എന്താ ഉത്തരം?
What is the answer? What is the answer? അടാടാ മനസ്സിൽ ചെയ്യടാ, നമ്മളിപ്പോ പറഞ്ഞതല്ലേ ഞാന്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. എന്താണ് ഈ പറയണേ? ടു ബൈ ത്രീ അല്ലല്ലോ, 2/3 അല്ലല്ലോടാ, 1/4 ഇൻറ്റു 2/3 ആണ് ഹാഫ് ഓഫ് നമ്മുടെ എക്സ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി. അപ്പൊ ഹാഫ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്ന സാധനം 1/6 എന്ന് കിട്ടി. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്ന സാധനം 2 ടൈംസ് അഥവാ 1/3. എന്താ പല പല ആൻസർ പറയണേ, പല പല ആൻസർ പറയണത്? 1/3 അല്ലേ വരണേ? ഇവിടെ ഇരിക്കുന്ന ചേട്ടൻ വരെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. ആള് ചെയ്യുന്ന എഴുതല്ല. ഓക്കെ, ശരി ശരി പോട്ടെ, അടുത്തതിലേക്ക് പോട്ടെ ഞാൻ. അപ്പൊ നെക്സ്റ്റ് അറിയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ അഡീഷൻ തീറാൻ പറഞ്ഞു, കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ തീറാൻ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്ന് നിറയെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്താണെന്ന് പറയാം, ശ്രദ്ധിക്കണേ. അപ്പൊ രണ്ട് ഈവൻസ് ഇയും എഫും ഉണ്ട് സെയിം ഇതില്. ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് വൺ ഓഫ് ദം ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി ഒക്കറൻസ് ഓഫ് ദി അതർ. അങ്ങനെ നമ്മൾ പറയാം എന്താ, ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ പ്രോബബിലിറ്റി ഓഫ് എഫ് തന്നെയായിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് പ്രോബബിലിറ്റി ഓഫ് ഇ തന്നെയായിരിക്കും. ഇതേ കാര്യം തന്നെയാണ് ഈക്വലൻ ടു സെയിങ് വാട്ട് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ്. അറിയില്ലേ? പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ പ്രോബബിലിറ്റി ഓഫ് എഫ് തന്നെയായിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് പ്രോബബിലിറ്റി ഓഫ് ഇ തന്നെയായിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ആയിരിക്കും. മൂന്നും ഈക്വലൻ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ് പറയൂ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അറിയാം പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ മറന്നു പോണ ഒരു കാര്യം എന്താണ്, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണ്, എ കോംപ്ലിമെന്റും ബിയും ഇൻഡിപെൻഡന്റ് ആണ്, എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണ്. മറന്നുപോകരുത്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ആണ്, എ കോംപ്ലിമെന്റും ബിയും ഇൻഡിപെൻഡന്റ് ആണ്, എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണ്. അതൊക്കെ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. മറന്നുപോകരുത്. പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ അറിയണം. ഇൻഡിപെൻഡന്റ് ഈവൻസിന്റെ ചോദ്യം നോക്കിക്കേ. അപ്പൊ അഗൈൻ പാൻ എടുക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, പാൻ എടുക്കരുത്, പാൻ താഴെ വെക്കുക. നോക്കിക്കൊണ്ട് ഉത്തരം പറയണേ. പേന എടുക്കരുത്, നോക്കിക്കൊണ്ട് ഉത്തരം പറയണം. കാരണം അത്ര ഈസി ചോദ്യം, 2020 ചോദിച്ച ചോദ്യമാണ്. 2020 ചോദ്യമാണ്, പക്ഷെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. പേന എടുക്കാതെ ഇത് ചെയ്യാം. പേന അവിടെ മാറ്റി വെച്ച് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, ഓപ്ഷനിലേക്ക് നോക്കുക. ആക്ച്വലി ടോപ്പ് റാങ്കേഴ്സ് ഒക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. പേന എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. അങ്ങനത്തെ ഒരു പ്രാക്ടീസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. യെസ്, ശ്രീലാൽ ഉത്തരം പറഞ്ഞു. വെരി ഗുഡ്. വെരി ഗുഡ്. യെസ് ഗോപിക. ബാക്കിയുള്ള ആളുകളും കൂടി ഒന്ന് ഉത്തരം പറഞ്ഞേക്കണേ. ഒന്നുമില്ലടാ, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എയും ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ആണ്. എയും ബി കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കോംപ്ലിമെന്റ്, ഇവിടെ പെട്ടെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ തന്നെ എഴുതിക്കൂടെ? പെട്ടെന്ന് ആ ഓപ്ഷൻ സ്ട്രൈക്ക് ചെയ്യണം നമുക്ക്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ അതിൽ ചെയ്യാൻ. ഓക്കെ അല്ലേ? 2020 ചോദിച്ച ചോദ്യം. യെസ്.
2020 ചോദിച്ച ചോദ്യമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം പറയോ വേഗം. A and B are two events such that probability of A union B whole complement is 1/6. Probability of A intersection B is 1/4. Probability of A complement is 1/4, where A complement stands for the complement of the event A. Then the events A and B are 2 തവണ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. 2005 വന്നു, 2014 വന്നിട്ടുണ്ട് ഈ ചോദ്യം. 2 തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B 5/6 ആണ്. പിന്നെ പ്രോബബിലിറ്റി ഓഫ് A 3/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 1/4 ആണ്. അപ്പൊ നമുക്കറിയാം 1/4 പ്ലസ് 5/6 ആയിരിക്കും 1/4 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് കിട്ടും. സോറി 3/4 എന്ന് പറഞ്ഞ സാധനം പ്രോബബിലിറ്റി ഓഫ് എ ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 5/6 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 5/6 ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 1/4 ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നോക്കിയിട്ട് പറഞ്ഞേ. അഡീഷൻ റൂൾ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അഡീഷൻ തിയറം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഡീഷൻ തിയറം ഇവിടെ ഉപയോഗിച്ചു. അഡീഷൻ തിയറമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ ഇതിൽ നിന്ന് കിട്ടിയടാ. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി എന്താന്ന് കിട്ടി. പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് 5/6 പ്ലസ് 1/4 മൈനസ് 3/4 എന്ന് കിട്ടി. സോ 5/6 മൈനസ് 1/2 എന്ന് കിട്ടി. 3/6 2/6 1/3 എന്ന് കിട്ടി. 1/3. പ്രോബബിലിറ്റി ഓഫ് എ 3/4. 1/3 അല്ലല്ലോ കിട്ടണം നമുക്ക്. 1/2. പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടിയത് 1/2. അല്ല, തെറ്റിന്ന് തോന്നുന്നു അല്ലേ? 1/2 അല്ല. 5/6 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 5/6 മൈനസ് 3/6 2/6 1/3 എന്നാണ് വരട്ടോ. 1/3. This is going to be 1/3. 1/3 എന്ന് കിട്ടി. This is 1/3. ഇനി നോക്കിക്കേ, നമുക്ക് എയും ബിയും കിട്ടിയാൽ എയും ബിയും ഈക്വലി ലൈക്ലി അല്ല, സെയിം പ്രോബബിലിറ്റി അല്ല. പക്ഷെ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്താ തരുന്നത്? പ്രോഡക്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തരുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് ബട്ട് നോട്ട് ഈക്വലി ലൈക്ലി, അതാണ് കറക്റ്റ്. തെറ്റിപ്പോയതാ, ശരിയാക്കിയിട്ടുണ്ട് ഗോപിക. ഓക്കെ ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഒരു അഡ്വാൻസ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. അഡ്വാൻസ് ക്വസ്റ്റ്യൻ 1 or more than ആൻസർ കറക്റ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. താഴത്തില്ല നമ്മൾ. ഓക്കെ, 1 or more than 1 കറക്റ്റ്. 1 or more than 1 കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. X and Y are two events such that probability of X given Y is half. Probability of Y given X is 1/3. Probability of X intersection Y is 1/6. Which of the following are correct? സിമ്പിൾ ചോദ്യം. നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് അഡ്വാൻസ് ലെവൽ ചോദ്യമാണ്. പക്ഷെ നമുക്കിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതില് ഒരു കുഴപ്പമില്ല. യെസ്, എങ്ങനെയാ നമുക്ക് കിട്ടുക? ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ 1/6 ആ. 1/6 ആണ് എന്ത്? 1/2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ. അതാണ് 1/3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് 1/2ഉം പ്രോബബിലിറ്റി ഓഫ് വൈ 1/3 എന്ന് ഒറ്റയടിക്ക് കിട്ടി. പ്രോബബിലിറ്റി ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞ സാധനം 1/2 പ്ലസ് 1/3 മൈനസ് 1/6, അത് 2/3 എന്ന് കിട്ടി. അപ്പൊ എ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് മനസ്സിലായി. ഇത് തെറ്റാന്ന് മനസ്സിലായി.
പ്രോബബിലിറ്റി ഓഫ് എക്സ് കോംപ്ലിമെന്റ് ഗിവൺ വൈ എന്ന് പറഞ്ഞ സാധനം എക്സും വൈ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇത് എക്സ് കോംപ്ലിമെന്റ് വൈ ഇൻഡിപെൻഡന്റ് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് എക്സ് കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ ആണ്, വിച്ച് ഇസ് 1/2 ഇൻറ്റു 1/3 വിച്ച് ഇസ് 1/6. അപ്പൊ അതും തെറ്റാന്ന് മനസ്സിലായി. കണ്ടോ, 10 സെക്കൻഡിൽ അഡ്വാൻസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് എല്ലാം അറിയാമെങ്കിൽ കണ്ടോ, സീള് ക്വസ്റ്റ്യൻ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, അപ്പൊ ആൻസർ എയും ബി കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് കോമൺ ക്വസ്റ്റ്യൻ ആട്ടോ. കോമൺ ക്വസ്റ്റ്യൻ ആണ്. കോമൺ ക്വസ്റ്റ്യൻ അൺനൗൺസ് തന്നിട്ട് സോൾവ് ചെയ്യാനുള്ള ചോദ്യം. അൺനോൺ പ്രോബബിലിറ്റീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അൺനോൺ പ്രോബബിലിറ്റീസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യം. E and F are two independent events. The probability that both E and F happen is 1/12. Probability neither E nor F happens is 1/2. Probability of E by probability of F. കണ്ടോ, ഇയും എഫിന്റെയും പ്രോബബിലിറ്റീസ് നമുക്ക് അറിയില്ല. പകരം എന്താ, ബോത്ത് ഇ ആൻഡ് എഫ് തന്നിട്ടുണ്ട്, നെയ്തർ ഇ നോർ എഫ് തന്നിട്ടുണ്ട്. നെയ്തർ ഇ നോർ എഫ് തന്നിട്ടുണ്ട്, ബോത്ത് ഇ ആൻഡ് എഫ് തന്നിട്ടുണ്ട്. നെയ്തർ ഇ നോർ എഫ് തന്നിട്ടുണ്ട്, ബോത്ത് ഇ ആൻഡ് എഫ് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? സംഭവം മനസ്സിലായില്ലേ? ഇതിന്ന് പ്രോബബിലിറ്റി ഓഫ് ഇയും പ്രോബബിലിറ്റി ഓഫ് എഫും കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് ഇനെ നമുക്ക് എക്സ് എന്ന് വിളിച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എഫിനെ വൈ എന്ന് വിളിക്കാം. നമുക്ക് എക്സ് ബൈ വൈ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. എക്സ് ബൈ വൈ റേഷ്യോ. ഇത് കോമൺ ചോദ്യമാണ് കേട്ടോ. കോമൺ ചോദ്യമാണ്, സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ബൈ വൈ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. എക്സ് ബൈ വൈ റേഷ്യോ, എക്സ് ബൈ വൈ റേഷ്യോ, എക്സ് ബൈ വൈ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഒന്നുമില്ല, ബോത്ത് ഇ ആൻഡ് എഫ് ഒക്കർ എത്രയാ, 1/12. ഇൻഡിപെൻഡന്റ് ഈവൻസ് അല്ലേടാ, ഇൻഡിപെൻഡന്റ് ഈവൻസ് അല്ലേ. അപ്പൊ എക്സ് ഇൻറ്റു വൈ ഈസ് 1/12. ഒറ്റയടിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. നെയ്തർ ഇ നോർ എഫ്. അപ്പൊ ഇത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആണ്. അതിനെ ഞാനിതാ സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാണെങ്കിൽ എഴുതാം കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആണ്. ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ആണ്, ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട്. So this is x into y. X into y is equal to 1/12. അടുത്തത് നെയ്തർ ഇ നോർ എഫ്. അപ്പൊ ഇപ്പൊ കളർ അടിച്ചത് ഇതാണ് ഈ സാധനം. നെയ്തർ ഇ നോർ എഫ്. നെയ്തർ ഇ നോർ എഫ് എത്ര? നെയ്തർ ഇ നോർ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. അപ്പൊ പെട്ടെന്ന് ഇത് എഴുതാൻ പറ്റുമോ? എങ്ങനെയാണെന്ന് അറിയോ? ഇ കോംപ്ലിമെന്റും എഫ് കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള അറിയണം. ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണെന്ന് അറിയാമെങ്കിൽ ഈ കോംപ്ലിമെന്റും എഫ് കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 1 - x into 1 - y is equal to 1/2 എന്ന് കിട്ടി. അപ്പൊ എക്സ് വൈ is equal to 1/12. 1 - x into 1 - y is equal to 1/2. ക്ലിയർ അല്ലേ സംഭവം? പച്ച പെയിന്റ് അടിച്ച ഭാഗമാണിത്. പച്ച പെയിന്റ് അടിച്ച ഭാഗമാണിത്. ഓക്കെ, യെസ്, ശരി. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് എക്സും വൈയും കിട്ടാം, ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മുടെ കയ്യിൽ എക്സ് ഇൻറ്റു വൈ ഇസ് 1/12 ഉണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 1 - x into 1 - y is equal to 1/2. അപ്പൊ this is equal to 1 - x - y plus xy is equal to 1/2 എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ, ആഡ് അല്ല, സബ്ട്രാക്ട് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നില്ല, നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ഇങ്ങനെ ചിന്തിച്ചാലും മതി. തിങ്ക് ലൈക്ക് ദിസ്. ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഗോയിങ് ടു ബി 1 + xy - 1/2. ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൈ എന്താണെന്ന് കിട്ടും? 1 + xy എന്ന് പറയുമ്പോൾ 1 + 1/12 - 1/2 എന്ന് കിട്ടി. അപ്പോൾ 1/2 + 1/12 എന്ന് കിട്ടി.
അപ്പോൾ 6/12 7/12 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7/12 എന്ന് കിട്ടി. അപ്പൊ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7/12 എന്ന് കിട്ടി. നമ്മുടെ കയ്യിലുള്ള എക്സ് വൈ ഈസ് ഈക്വൽ ടു 1/12ഉം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7/12. രണ്ട് ഇക്വേഷൻ രണ്ടെണ്ണോൺസ്. ആക്ച്വലി ക്വാഡ്രാറ്റിക് ഒക്കെ ഫോം ചെയ്യണം, പക്ഷെ ഇതിന്ന് വളരെ ക്ലിയറാ. രണ്ട് നമ്പറുകളുടെ സമ്മ് 1/12, പ്രോഡക്റ്റ് 1/12. നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ. സോറി, രണ്ട് നമ്പറുകളുടെ സമ്മ് 7/12, പ്രോഡക്റ്റ് 1/12. അപ്പൊ ഏതൊക്കെയാ രണ്ട് നമ്പേഴ്സ് പെട്ടെന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെയാ രണ്ട് നമ്പേഴ്സ് പെട്ടെന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെയാ രണ്ട് നമ്പേഴ്സ്? 1/4 1/3 ആയിരിക്കും. 1/4 1/3 ആയിരിക്കും രണ്ട് നമ്പേഴ്സ്. പെട്ടെന്ന് മനസ്സിലായില്ലേ? 1/4 1/3 ആയിരിക്കും രണ്ട് നമ്പേഴ്സ്. കാരണം ഇതിന്റെ പ്രോഡക്റ്റ് 1/12ഉം സമ്മ് 7/12 ആണ്. പക്ഷെ തിരിച്ചുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. 1/3 1/4 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് ഇതിന്റെ റേഷ്യോ ചോദിച്ചിരിക്കണം. റേഷ്യോ 4/3 ആവാം, 3/4 ആവാം. 4/3 ആവാം, 3/4 ആവാം. ആൻസറിൽ ഓപ്ഷൻ ഉള്ളത് 4/3. ഓക്കെ അല്ലേ സംഭവം? കലങ്ങിയില്ലേ കലങ്ങിയില്ലേ കലങ്ങിയില്ലേ? യെസ്. അപ്പൊ 4/3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി. ഇനി നെക്സ്റ്റ് 3 ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ 3 ഇവന്റ്സ് പറയുമ്പോൾ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതാണ് കണ്ടീഷൻ. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി ഇസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി. പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ സി ഇസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി സി. ഇങ്ങനെയുള്ള നമ്മൾ എന്താ വിളിക്കുക വെച്ചാൽ പെയർ വൈസ് ഇൻഡിപെൻഡന്റ് എന്നാണ് കേട്ടോ പറയാം. പെയർ വൈസ് ഇൻഡിപെൻഡന്റ്. പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവണമെന്നില്ല. പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആവേം വേണം, അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവേം വേണം. എങ്കിലാണ് ഈ 4 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, 3 ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് എന്ന് പറയാം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം, പക്ഷെ ഇത് ഓർത്ത് വെക്കണം. പെയർ വൈസ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ബി, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സി, പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സി. അതാണ് പെയർ വൈസ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ. അതിന് പുറമെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സിയും കൂടി ആയാലാണ് നമ്മൾ എന്ത് ചെയ്യുക, 3 ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ 3 ഇവന്റുകൾ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ 2007 IITക്ക് ചോദിച്ച ചോദ്യമാണ്. 2007 IITക്ക് ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യൻ പിന്നെ എവിടെയൊക്കെ വന്നു എന്നുള്ളത് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. സാർ ഫസ്റ്റ് ചാൻസിലാണോ JEE ക്രാക്ക് ചെയ്തത്? ഓ, ഞാൻ JEE എഴുതുന്നത് 15 കൊല്ലം മുമ്പാടോ, 15 years ബാക്ക്. അന്ന് ഇതല്ല, AIEEEയും JEE IIT JEE ആണുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അല്ല ഞാൻ ക്രാക്ക് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് കേരള എൻട്രൻസിൽ അബൌട്ട് 400 റാങ്കാണ് ഉണ്ടായിരുന്നത്. പക്ഷെ IIT കിട്ടിയില്ല. IITക്ക് വേണ്ടി ഒരു കൊല്ലം കൂടി ട്രൈ ചെയ്തു. ഓക്കെ, ഇൻഫാക്ട് ഞാൻ എഴുതിയ വർഷത്തെ JEEയിലെ ക്വസ്റ്റ്യൻ ആണ്. യെസ് യെസ് ഇത് ഞാൻ എഴുതിയ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2ാം തവണ എഴുതിയപ്പോൾ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ കോംപ്ലിമെന്റ് ഡിനോട്ട് ദ കോംപ്ലിമെന്റ് ഓഫ് എൻ ഇവന്റ് EFG പെയർ വൈസ് ഇൻഡിപെൻഡന്റ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് G ഗ്രേറ്റർ ദാൻ 0 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ഇന്റർസെക്ഷൻ G 0. ആ കണ്ട, അത് പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ 4ാമത്തെ കണ്ടീഷൻ നമ്മുടെ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ഇന്റർസെക്ഷൻ G എന്ന് പറയുന്നത് 0 എന്ന് തന്നിരിക്കണേ. ദെൻ പ്രോബബിലിറ്റി ഓഫ് E കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ F കോംപ്ലിമെന്റ് ഗിവൺ G എന്താണെന്ന് ചോദിച്ചിരിക്കണേ. അവിടെ അത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ചോദ്യമാണ്. ഒരു അന്തം കൊണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, പെൻഡാഗ്രാം വരച്ചു നോക്കുക. സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം പ്രോബബിലിറ്റി ഓഫ് E കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ F കോംപ്ലിമെന്റ് ഗിവൺ G ആണ്. So this is probability of E complement
ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ജി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇത് ചെയ്തു തരാം, പെട്ടെന്ന് ചെയ്തുതരാം, പുട്ട് പോലെ ചെയ്തുതരാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഈ സാധനം മനസ്സിലാക്കാം. എന്താ കാര്യം എന്നറിയോ? ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താ നോക്കുക. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി 0 തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രോബബിലിറ്റി ഓഫ് ഇനെ എക്സ് എന്നും പ്രോബബിലിറ്റി ഓഫ് എഫിനെ വൈ എന്നും പ്രോബബിലിറ്റി ഓഫ് ജിനെ സെഡ് എന്നും വിളിച്ചു എന്ന് വിചാരിച്ചോ. പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്താ എക്സ് ഇൻറ്റു വൈ ആ. പ്രോബബിലിറ്റി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറഞ്ഞ സാധനം വൈ ഇൻറ്റു സെഡ് ആ. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ ജി എന്ന് പറഞ്ഞ സാധനം എക്സ് ഇൻറ്റു സെഡ് ആണ്. ഗോപിക ഓൾറെഡി ഉത്തരം പറയുന്നുണ്ട്. ആൾജിബ്രൈക്കിൽ ഇത് ചെയ്യാം, പക്ഷെ അതിനേക്കാൾ എളുപ്പത്തില് മനസ്സിലാക്കാൻ എളുപ്പം എന്താണ്, വെൻ ഡയഗ്രം വരച്ചു നോക്കുന്ന. ഇപ്പൊ വെൻ ഡയഗ്രം വരച്ചു. ഞാൻ വെൻ ഡയഗ്രം വരച്ചപ്പോ ഇവിടെ ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്. ശ്രദ്ധിച്ചേക്കണേ, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്. നടുവിലത്തെ പ്രോബബിലിറ്റി 0 ആണ്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇയുടെ പ്രോബബിലിറ്റി എക്സ് ആണ്, ഈ ഇന്റർസെക്ഷൻ എഫിന്റെ പ്രോബബിലിറ്റി എക്സ് വൈ ആ. അപ്പൊ ഇവിടുത്തെ പ്രോബബിലിറ്റി എക്സ് വൈ ആ. എഫ് ഇന്റർസെക്ഷൻ ജിയുടെ പ്രോബബിലിറ്റി വൈ സെഡ് ആ. ഇവിടുത്തെ പ്രോബബിലിറ്റി വൈ സെഡ് ആ, കാരണം അപ്പുറത്തെ ആള് 0 ആണ്. ഇതിന്റെ പ്രോബബിലിറ്റി എക്സ് സെഡ് ആ. ഇത് മനസ്സിലായല്ലോ? ശരി, ഇനി നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ നോക്കടാ. ഇനി ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം എഴുതേ. പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ജി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ജി എന്താണെന്നാണ് ചോദ്യം. ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം എഴുതാൻ പോണേ ഞാനേ. പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ജി എന്ന് പറഞ്ഞാൽ എന്താ? ഇയിലില്ല, എഫിലില്ല, ജിയിലുണ്ട്. ഇയിലില്ല, എഫിലില്ല, ജിയിലുണ്ട് എന്ന് പറഞ്ഞാല് ആരാണ് അയാൾ? ഇയാളാണ്. ഈ പച്ച പെയിന്റ് അടിച്ച ആളാണ് അയാൾ. ഈ പച്ച പെയിന്റ് അടിച്ച ആള്, പച്ച പെയിന്റ് അടിച്ച ഭാഗമാണ് അത്. പച്ച പെയിന്റ് അടിച്ച ഭാഗം നിങ്ങൾ നോക്കിയടാ. ജി വട്ടം മുഴുവൻ സെഡ് അല്ലേ? ജി വട്ടം മുഴുവൻ സെഡ് അല്ലേ? അപ്പൊ സെഡിൽ നിന്ന് ഇവന്മാരെ കുറയ്ക്കുന്നതല്ലേ ആരെ? ബാക്കിയുള്ളവന്മാരെന്ന് പറഞ്ഞാൽ ഇതേ സെഡിൽ നിന്ന് ഇവന്മാരെ കുറയ്ക്കുക ഞാൻ ചെയ്യാൻ പോണത്. സെഡ് എന്നിൽ നിന്ന് ഞാൻ എന്ത് കുറയ്ക്കുന്നു? എക്സ് സെഡിനെയും വൈ സെഡിനെയും കുറയ്ക്കുന്നു. ശ്രദ്ധിച്ചേ. യെല്ലോ പെയിന്റ് അടിച്ച ഭാഗം മൊത്തം എന്ന് പറയുന്നത് സെഡ് ആണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. സംഭവം കത്തിയോ ന്യൂമറേറ്ററിൽ എഴുതിയ സാധനം. ഡിനോമിനേറ്ററില് സെഡ് തന്നെയാണ്. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇത്രയും കാര്യങ്ങൾ എവിടെന്നാ കിട്ടിയത്? പ്രോബബിലിറ്റി ഓഫ് ഇനെ എക്സ് എന്നും പ്രോബബിലിറ്റി ഓഫ് എഫിനെ വൈ എന്നും പ്രോബബിലിറ്റി ഓഫ് സെഡിനെ ജിനെ സെഡ് എന്നും വിളിച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി 0 ആണ്. നടുഭാഗം 0 ആണ്. പിന്നെ പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇ ഇന്റർസെക്ഷൻ എഫ് കിട്ടി, എഫ് ഇന്റർസെക്ഷൻ ജി കിട്ടി, ഇ ഇന്റർസെക്ഷൻ ജി കിട്ടി, അതെല്ലാം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താന്നുള്ളത് നോക്കി. അത് ഈ പച്ച പെയിന്റ് അടിച്ച ഭാഗമാണ്. പച്ച പെയിന്റ് അടിച്ച ഭാഗം എന്ന് പറയുന്നത് മൊത്തത്തിൽ ജി വട്ടത്തിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? യെല്ലോ പെയിന്റ് അടിച്ച ഭാഗം കുറച്ചാൽ മതി. പച്ച പെയിന്റ് അടിച്ചത് മൊത്തം ജിയിൽ നിന്ന് യെല്ലോ പെയിന്റ് അടിച്ച ഭാഗം കുറയ്ക്കുന്നതാ. സെഡ് മൈനസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്, പിന്നെ ഡിനോമിനേറ്ററിൽ സെഡ് ആണ്. ഓക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ പറയൂ. ആരും മിണ്ടുന്നില്ലല്ലോ. ഇതിൽ എന്തെങ്കിലും ഭാഗം കൺഫ്യൂസിങ് ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഒറ്റ സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുള്ളൂ. സെഡിനെ ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ആൻസർ എന്താ കിട്ടണേ? സെഡിനെ ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എനിക്ക് എന്താ കിട്ടണേ? 1 മൈനസ് എക്സ് മൈനസ് വൈ. 1 മൈനസ് എക്സ് മൈനസ് വൈ എന്നാണ് നമുക്ക് കിട്ടുക. 1 മൈനസ് എക്സ് മൈനസ് വൈ. 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. അപ്പൊ 1 മൈനസ് എക്സ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ രണ്ട് രീതിയിൽ ആലോചിക്കും കേട്ടോ. 1 മൈനസ് എക്സ് പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചു എടുക്കാം. 1 മൈനസ് വൈയിൽ നിന്ന് എക്സ് കുറച്ചതുപോലെ 1 മൈനസ് വൈ എന്ന് പറയുന്ന സാധനം എന്താ? പ്രോബബിലിറ്റി ഓഫ് എഫ് കോംപ്ലിമെന്റ് മൈനസ് പ്രോബബിലിറ്റി ഓഫ്
ഇ. ഇങ്ങനെയും ചിന്തിക്കാം കേട്ടോ. രണ്ട് രീതിയിൽ ചിന്തിക്കാം. അശ്വിൻ സുരേഷ് എന്ത് പറ്റി തലകുത്തി നിൽക്കുന്നേ? അശ്വിൻ എന്താ പ്രശ്നം? പറയൂ. എന്ത് ഭാഗമാണ് അതിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളത്? ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യനാ. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്യാൻ അറിയണം. ചെയ്യാൻ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ അറിയണേ. ഇയും എഫും ജിയും അൺനൗൺസ് ആണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനെ XYZ എന്നൊക്കെ പേര് വിളിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ഉണ്ട്. നേരെ സി ഉത്തരമുണ്ട്. ഉത്തരമുണ്ട്. ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താന്ന് വെച്ചാല് ഇതേ ചോദ്യം അവര് ലെറ്ററൊക്കെ മാറ്റി 11 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചു. ഓക്കെ, സെയിം സാധനം തന്നെ 11 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചു. 2018 ചോദിച്ചു. JEE Main ചോദിച്ചു. 11 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചു. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് മൈനസ് ബി കിട്ടി. ഇതേ ചോദ്യം പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് അവര് പിന്നെയും ചോദിച്ചു. പേര് മാറ്റി പിന്നെയും ചോദിച്ചു. 2020 ചോദിച്ചു. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ പെട്ടെന്ന് 1-2 ക്വസ്റ്റ്യനും കൂടി കാണാൻ പോകണം. അതെന്താന്ന് വെച്ചാൽ അഡീഷൻ തിയറം. ഇൻഡിപെൻഡന്റ് ഈവൻസിനുകൾ അഡീഷൻ തിയറം ഉപയോഗിക്കുമ്പോൾ വരുന്ന സിംപ്ലിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, എയും ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് എങ്കിൽ നമുക്കറിയാവുന്ന കാര്യം എന്താ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഗോയിങ് ടു ബി പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. യെസ്. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇതേ കാര്യത്തിന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതാം. എന്താ അതിന് കാരണം മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒബ്വിയസ് ആണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. ഇൻറ്റ്യൂട്ടീവ്ലി അത് ഒബ്വിയസാ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഭാഗം എന്തൊക്കെ ചേർന്നതാ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞത് എന്തൊക്കെ ഭാഗം ചേർന്നതാ? ഒന്ന് എ വട്ടം ഉണ്ട്, അതാണ് ഇത്. പിന്നെ എ ഇല്ലാത്ത ബി ഭാഗം ഇത്. അതിനെയാണ് ഇത് പറയുന്നത് എ ഇല്ലാത്ത ബി ഭാഗം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. എ ഇല്ലാത്ത ബി ഭാഗം. അവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എ കോംപ്ലിമെന്റ് ബിയും ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. കേട്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറിയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ഒരു ചോദ്യം ചെയ്യാം. A and B are two events such that probability of A is 0.3, probability of A union B is 0.8. If A and B are independent events, then probability of B is. പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. പ്രോബബിലിറ്റി ഓഫ് എ അറിയാം, പ്രോബബിലിറ്റി ഓഫ് ബി അറിയില്ല എനിക്ക്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ സാധനം 0.3 ടൈംസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. അപ്പം നമ്മൾ അഡീഷൻ റൂൾ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. 0.8 പ്ലസ് 0.3 ടൈംസ് പ്രോബബിലിറ്റി ഓഫ് ബി. എന്താ ഇവിടെ ഉപയോഗിച്ചത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് ഇവിടെ 0.8 ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ബി പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ എന്നുള്ളത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അത് എത്രയാ? 0.3 ആണ്. അത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? തന്നിട്ടുണ്ട്.
ഇതാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് ഉപയോഗിച്ചത്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉപയോഗിച്ചു. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയും കൂടി ചേർന്നാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ബി. പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളതിന്റെ ഐഡിയ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താണെന്ന് പറഞ്ഞേ. യെസ്, 0.8 minus 0.3 divided by 1 minus 0.3. So 5/7. 5/7 is the right answer. 5/7 is the right answer. Yes. 5/7. അഥവാ 0.71 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 persons P, Q are independently trying to hit a target. If the possibilities of their hitting the target are 3/4, 1/2, 5/8 respectively, then the probability that the target is hit by P or Q but not by R. The target is hit by P or Q but not by R എന്നാ ചോദിച്ചിരിക്കുന്നത്. The target is hit by P or Q but not by R എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എന്താ ചോദിച്ചിരിക്കുന്നത്, പ്രോബബിലിറ്റി ഓഫ് P or Q, P or Q intersection with R, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയതെല്ലാം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് പി യൂണിയൻ ക്യൂ ടൈംസ് പ്രോബബിലിറ്റി ഓഫ് ആർ എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് പി യൂണിയൻ ക്യൂ എന്ന് പറഞ്ഞ സാധനം പ്രോബബിലിറ്റി ഓഫ് പി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ക്യൂ മൈനസ് പ്രോബബിലിറ്റി ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ ടൈംസ് പ്രോബബിലിറ്റി ഓഫ് ആർ എന്ന് എഴുതാം. ഓ ആർ അല്ല, ആർ കോംപ്ലിമെന്റ് കേട്ടോ, സോറി, ആർ കോംപ്ലിമെന്റ് ബട്ട് നോട്ട് ബൈ ആർ എന്നല്ലേ ചോദിച്ചില്ല, എഴുതി തെറ്റിപ്പോയിട്ടുണ്ട്. പിയും ക്യൂവും ഓർ ആണ്, ആൻഡ് വിത്ത് ആർ കോംപ്ലിമെന്റ് ആണ്, ആൻഡ് വിത്ത് ആർ കോംപ്ലിമെന്റ് ആണ്. യെസ്, ഒന്ന് സിംപ്ലിഫൈ ചെയ്യൂ, ഉത്തരം പറയൂ. അപ്പൊ ഉത്തരം നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. എങ്ങനെയാ, പ്രോബബിലിറ്റി ഓഫ് പി എന്ന് പറയുന്ന സംഭവം 3/4 ആണ്, പ്ലസ് 1/2 ആണ്, മൈനസ് 3/4 ഇൻറ്റു 1/2 ടൈംസ് 5/8ന്റെ 1 മൈനസ് 5/8 വരാൻ പോണത്. 1 മൈനസ് 5/8 എന്ന് പറയുമ്പോൾ 3/8 വരും, 3/8. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് 6 പ്ലസ് 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 3/8. So 21 divided by 64. 21 by 64. 21 by 64 is the right answer. 21 by 64 is the right answer. Okay ആണോ? Okay ആണോ? Okay ആണോ? ഇനി ഇതിലെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻഡിപെൻഡന്റ് ഈവൻസ് വരുമ്പോൾ കോംപ്ലിമെന്ററി പ്രോബബിലിറ്റിയുടെ ഒരു ഉപയോഗം, അതും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം. കോംപ്ലിമെന്ററി പ്രോബബിലിറ്റിയുടെ ഉപയോഗം അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഇനി ഇത് നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് ഞാൻ എഴുതി. ദിസ് ഇസ് അവർ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇനി നമ്മൾ ഇതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിലേ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാൽ ദിസ് ഇസ് ഗോയിങ് ടു ബി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആയി മാറി. സോ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്.
അഥവാ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് പുറത്തേക്ക് എടുത്ത പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് കിട്ടും. ഓക്കെ, പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിറൈവ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് വളരെ 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 എളുപ്പത്തിൽ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാ. ലോജിക്കൽ ഇൻറ്റ്യൂഷൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ശ്രദ്ധിക്കണേ, എയും ബി ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രം കേട്ടോ. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താ? ബേസിക്കലി ഈ രണ്ട് വട്ടത്തിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഈ രണ്ട് വട്ടത്തിന്റെ പുറം ഭാഗം. രണ്ട് വട്ടത്തിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഈ ഭാഗം എന്താ? ഈ യെല്ലോ പെയിന്റ് അടിച്ച ഭാഗം എന്താ? ഈ യെല്ലോ പെയിന്റ് അടിച്ച ഭാഗം എന്ന് പറഞ്ഞാൽ എയിലും ഇല്ല ബിയിലും ഇല്ലാത്ത ഭാഗമല്ലേ? എയിലും ഇല്ല ബിയിലും ഇല്ലാത്ത ഭാഗമല്ലേ ഇത്? ഇത് എയിലും ഇല്ല ബിയിലും ഇല്ലാത്ത ഭാഗമല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇതിനെ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ബി കോംപ്ലിമെന്റ് എഴുതിക്കൂടെ? യെസ്. അപ്പോ അതാണ് ഇതിന്റെ ഇൻറ്റ്യൂഷൻ. മറ്റേ വിഷ്വലൈസേഷൻ ഇത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ടൈംസ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. ഇതാണ് അതിന്റെ വിഷ്വലൈസേഷൻ. പക്ഷെ ഇതിനൊരു ഇൻറ്റ്യൂഷൻ എന്താണെന്നറിയോ? ഇവിടെ എന്താ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 അല്ലേ ഇതിന്റെ അർത്ഥം? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 അല്ലേ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞത്? ഇത് ആക്ച്വലി നമ്മൾ എഴുതുന്നത് ഇങ്ങനെയല്ലടാ. 1 മൈനസ് പ്രോബബിലിറ്റി നൺ എന്നല്ല എഴുതണേ. പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞ സാധനം 1 മൈനസ് പ്രോബബിലിറ്റി നൺ എന്നല്ല എഴുതിയിരിക്കുന്നത് ഇവിടെ. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അതല്ലേ ഇതിന്റെ ആക്ച്വൽ ഇൻറ്റ്യൂഷൻ. മനസ്സിലായോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? എ മാത്രം വരാം, ബി മാത്രം വരാം, എയും ബിയും വരാം എന്നൊക്കെ എഴുതണം. 3 കേസ് എഴുതണം ശരിക്കും. പക്ഷേ അത് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുക? 1 മൈനസ് ഒന്നും വരാത്തത് എന്ന് എഴുതിയിരിക്കുക ഇവിടെ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വന്നത്? എ ഉള്ളത്, ബി എ മാത്രം ഉള്ളത്, ബി മാത്രം ഉള്ളത്, എയും ബിയും ഉള്ളത്. അതിനെ ഞാൻ എന്ത് എഴുതിയിരിക്കുന്നു? 1 മൈനസ് ഒന്നുമില്ലാത്തത് എന്ന് എഴുതിയിരിക്കുക. യെസ്, ഇൻഡിപെൻഡന്റ് ഈവൻസിലെ കേസിൽ മാത്രമാണ് അത്. അപ്പോ ഇതിന്റെ ശരിക്കുള്ള ഉപയോഗം എത്രയാണെന്നറിയോ? 2 ഇവന്റ് വരുമ്പോഴല്ല, 3 അതിൽ കൂടുതൽ ഇവന്റ് വരുമ്പോഴാണ് ഇതിന്റെ ഉപയോഗം ശരിക്കും മനസ്സിലാവുക. 3 അതിൽ കൂടുതൽ ഇവന്റ് വരുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി ഓഫ് സി കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റും. ശ്രദ്ധിക്കണം, ഇൻഡിപെൻഡന്റ് ഈവൻസ് വരുമ്പോൾ ഇതിലെ ഇൻറ്റ്യൂഷൻ ഇത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? എ മാത്രം വരാം, ബി മാത്രം വരാം, സി മാത്രം വരാം, എയും ബിയും വരാം, ബിയും സിയും വരാം, എയും സിയും വരാം, എയും ബിയും സിയും വരാം. ഇത് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യണതിന് പകരം കോംപ്ലിമെന്ററി പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് 1ൽ നിന്ന് കുറയ്ക്കുന്നു ഞാൻ. അപ്പൊ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ. അപ്പൊ എയും ഇല്ല ബിയും ഇല്ല സിയും ഇല്ലാത്ത കേസ് മാത്രം സബ്ട്രാക്ട് ചെയ്തിരിക്കുക ഞാൻ 1ൽ നിന്ന്. സംഭവം മനസ്സിലായില്ലേ? കത്തിയില്ലേ? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നിർത്താം. നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് നിർത്താം. ഓക്കെ അല്ലേടാ? ഒന്ന് പറഞ്ഞേ. സംഭവം കത്തിയില്ലേ? അപ്പൊ പെട്ടെന്നൊരു ചോദ്യം. A problem in mathematics is given to 3 students A, B, C and their respective probability of solving problem is 1/2, 1/3, 1/4. Probability that the problem is solved. Probability the problem is solved എന്ന് പറഞ്ഞാൽ എന്താണ്? At least 1% solves അല്ലേ? At least 1% solves അല്ലേ അത്?
അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സോൾവ് ചെയ്യുക. അപ്പൊ നമ്മൾ ശരിക്കും എഴുതുവാണെങ്കിൽ എ മാത്രം സോൾവ് ചെയ്യുന്നത്, ബി മാത്രം, സി മാത്രം, എയും ബിയും, എയും സിയും, ബിയും സിയും, എയും ബിയും സിയും, അതൊക്കെ എഴുതി നോക്കണം. പക്ഷെ ഇത് ഇൻഡിപെൻഡന്റ് ഈവൻസ് ആയതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് എഴുതാം 1 മൈനസ് പ്രോബബിലിറ്റി നോബഡി സോൾവ്സ് ഇറ്റ്. This is 1 minus probability of A complement intersection B complement intersection C complement ആണ്. So this is 1 minus probability of A complement into probability of B complement into probability of C complement ആണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റി എന്താ, 1 മൈനസ് ഹാഫിന്റെ കോംപ്ലിമെന്റ് ഹാഫ്, 1/3യുടെ കോംപ്ലിമെന്റ് 2/3, 1/4 3/4. അപ്പൊ ആൻസർ കിട്ടിയെന്ന് 3/4. 3/4 അല്ലേ ഉത്തരം? 3/4 അല്ലേ ഉത്തരം? ഓക്കെ, എന്നാൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി. 4 വന്നാൽ എന്താ ചെയ്യാം? 4 വന്നാൽ 4 persons independently solve a certain problem correctly with the probabilities 1/2, 3/4, 1/4, 1/8. The probability that the problem is solved correctly by at least one of them. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, ഇതിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 4 person independently solve. ഇവിടെ പണ്ടത്തെ 2002 പ്രോബ്ലത്തില് ഇൻഡിപെൻഡന്റ്ലി സോൾവ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നമ്മൾ അസ്യൂം ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലും ഇൻഡിപെൻഡന്റ്ലി സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത് പക്ഷെ എന്താണ്, നമ്മൾ അസ്യൂം ചെയ്യണം. 3 പേർക്ക് പ്രോബ്ലം കൊടുത്താൽ അവർ 3 പേര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള അസംഷനിലാണ് നമ്മൾ അത് ചെയ്തത് കേട്ടോ. പക്ഷെ ഇവിടെ കണ്ടോ, പുതിയ ക്വസ്റ്റ്യനുകളിലൊക്കെ അങ്ങനത്തെ വേഗ്നെസ് ഇല്ല. ഇനി അഥവാ വേഗമായിട്ട് വന്നാലും നിങ്ങൾ അത് ആലോചിക്കണം, ഇൻഡിപെൻഡന്റ് ആണോ അല്ലേ എന്നുള്ളത് കേട്ടോ. അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്ത്, 4 persons independently solve. The problem is solved correctly by at least 1 person എന്ന് പറഞ്ഞാൽ 1 minus probability nobody solves it. Nobody solves എന്ന് പറഞ്ഞാൽ എന്താ, 1 minus 1/2 into 1/4 into 3/4 into 7/8. അപ്പൊ 256 1 മൈനസ് 21/256. അപ്പൊ 235/256. ഓക്കെ അല്ലേ? 235/256. ഓക്കെ അല്ലേ? ഇത് 2013 JEE അഡ്വാൻസിൽ ചോദിച്ചതാ. പക്ഷെ ഇതിന്റെ എന്താണ്, ടോണ് മാറ്റിയിട്ട് 2019 JEE Main ചോദിച്ചു. ടോണ് മാറ്റിയിട്ട് 2019 JEE Main ചോദിച്ചു ചോദ്യം. അപ്പൊ ആൻസർ എന്താ പറഞ്ഞേ, 1 മൈനസ് 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 ഇൻറ്റു 7/8. ക്വസ്റ്റ്യൻ വ്യത്യാസമുണ്ട് കേട്ടോ, ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിക്കേ, 2 വെട്ടിപ്പോയി, 3 വെട്ടിപ്പോണ രീതിയിൽ അവർ ചോദിച്ചിരിക്കുന്നത്. 1 മൈനസ് 7/32, 25/32, 25/32. ഓക്കെ അല്ലേ? ശരി, നമ്മൾ ഐ തിങ്ക് മോർ ദാൻ 20 ക്വസ്റ്റ്യൻസ്, ഞാൻ ഭയങ്കര സ്പീഡിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി എടുത്ത് ചെയ്ത് നോക്കണം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പ്രോബബിലിറ്റിയിൽ വേറൊരു ടൈപ്പ് ചോദ്യം കൂടി വരും, ഞാൻ പറഞ്ഞല്ലോ, വേറെ ടോപ്പിക്കും കൂടി മിക്സ് ചെയ്തിട്ട്, പെർമ്യൂട്ടേഷനും പിന്നെ മേട്രിസസും പിന്നെ ക്വാഡ്രാറ്റിക്കും ജിയോമെട്രിയും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മൾ പ്യോർലി പ്രോബബിലിറ്റിയിലെയും സെറ്റിലെയും കോൺസെപ്റ്റ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആണ് എന്ന് മനസ്സിലാക്കുക. കണ്ടാൽ ഓടിച്ചാടിപ്പോയി ചെയ്യണേ. ഓക്കെ, ശരി, അപ്പോൾ കാണാം. സി ബൈ ബൈ.